കോരിച്ചൊരിയുന്ന മഴയത്തും നിങ്ങൾ മഴയൊക്കെ അവഗണിച്ച് കുടയൊക്കെ ചൂടി ഈ നഗരത്തിലൂടെ ഒരു പ്രതിഷേധ റാലിയുമായി ഈ സമ്മേളന ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഒത്തിരിയധികം ത്യാഗമെടുത്താണ് നിങ്ങൾ ഇവിടെ ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത്. ഇതൊരു വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. 1989 മുതലാണ് ഐക്യരാഷ്ട്ര സഭ ഒരു ദിവസം ജൂൺ മാസം 26 ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ലോക ജനത മുഴുവൻ ഒറ്റക്കെട്ടായി അണിനിരക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന ഈ ദിവസം പ്രത്യേകമായി ആചരിക്കുന്നത്, ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ചങ്ങലകൾ പൊട്ടിക്കുക, ചികിത്സകൾ നടത്തുക, പ്രതിരോധിക്കുക, ലഹരി സംബന്ധമായ എല്ലാ വസ്തുക്കളുടെയും വിവരങ്ങളും വസ്തുവകകളും ശരിക്കും മനസ്സിലാക്കി അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, ഈ ലോകത്തെ ഈ വലിയൊരു വിപത്തിൽ നിന്നും രക്ഷിക്കുക. ഇത്രയും പ്രമേയങ്ങൾ വെച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സഭ ലഹരി വിരുദ്ധം ഈ വർഷം ആചരിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചങ്ങലകൾ പൊട്ടിക്കുകയാണ്. നമ്മളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, നമ്മളെ കെട്ടുപിണഞ്ഞിടുന്ന, നമ്മളെ ചങ്ങലകളിൽ ബന്ധിക്കുന്ന ഇതുപോലെയുള്ള തിന്മകളിൽ നിന്നും വിടുതലുണ്ടാവണം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാൽ അങ്ങനെയുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. ചങ്ങലകൾ, നമ്മുടെ ഭാവിയെ തകർക്കുന്ന, നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ലഹരിയുടെ ഈ ചങ്ങല നമ്മൾ പൊട്ടിക്കണം. അത് നമ്മൾ ഈ ലോകത്തോട് പറയാൻ വേണ്ടിയാണ് ഈ ചങ്ങനാശ്ശേരി നഗരത്തിലൂടെ ഇന്ന് റാലിയായി ഈ ഒരു ഹോളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ചങ്ങലകൾ പൊട്ടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ സമൂഹത്തോട്, ഈ നഗരത്തോട് നമ്മളത് ആവശ്യപ്പെടുകയാണ്. പ്രതിരോധിക്കുക. നമ്മൾ ഈ ലഹരിക്ക് അടിമയാകാനായിട്ടുള്ള പ്രലോഭനങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കണം. ലഹരിയുടെ ലഭ്യത കുറയ്ക്കണം. ലഹരി ഇപ്പോൾ എവിടെയും ഏത് മടക്കടയിലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വസ്തുവായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെതിരെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നില്ല. അതുപോലെ ലഹരികൾ ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പ്രതിരോധിക്കണം. നമ്മൾ ഈ നടത്തുന്ന റാലിയും നമ്മുടെ മുദ്രാവാക്യങ്ങളും ഇവിടെ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയും എല്ലാം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള മാനസികമായ ഒരുക്കങ്ങളായി നമ്മൾ കരുതണം. അതുപോലെ ചികിത്സിക്കണം. ലഹരിക്ക് അടിമയായിരിക്കുന്ന പല ആളുകളുണ്ട്. ഇന്ന് ഡി അഡിക്ഷൻ സെന്ററുകൾ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്. ചില ആളുകൾക്ക് ചികിത്സയില്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുന്നില്ല, അവർ മാനസികമായ വിഷാദത്തിലാണ്, അവർ നിരാശപ്പെടുന്നു, അവർക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അവർ ആക്രമണ സ്വഭാവമുള്ളവരായിട്ട് മാറുന്നു. ഇവർക്കൊക്കെ ചികിത്സകൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ചികിത്സിക്കണം. അതുപോലെ തന്നെയാണ് ഈ ലഹരിയുടെ ഉപയോഗത്തെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നത് എങ്ങനെയാണ് ലഹരിയുടെ ഉപയോഗം. ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ആയുസ് വളരെ ചെറുതാണെന്ന് നമുക്കറിയാം. 35 വയസ്സിനുള്ളിൽ ലഹരിക്ക് അടിമയായിരിക്കുന്ന ഒരാള് ജീവിതം നശിക്കുന്നു, മരിച്ചു പോകുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം മൂലം നമ്മുടെ ആയുസ്സിനെ, ശരീരത്തെ, ആന്തരിക അവയവങ്ങളെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കണം. ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്. കേരളത്തിൽ ഇന്ന് ലഹരിയുടെ വ്യാപനം ഒത്തിരി അധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നത്, അവരുടെ പഠനത്തെ ബാധിക്കുന്നത്, അവരുടെ ശരീരത്തെ ബാധിക്കുന്നത്, അവരുടെ സ്വഭാവത്തെ ബാധിക്കുന്നത്, ഇത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ സർവ്വ മേഖലകളിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ വലിയ വിപത്തിൽ നിന്നും നമ്മുടെ മനുഷ്യരാശിയെ രക്ഷിക്കുക എന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സഭ ഈ വർഷം ഈ ഒരു ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളേതായാലും ഇത്രയും സ്കൂളുകൾ ചങ്ങനാശ്ശേരിയുടെ പ്രദേശങ്ങളിൽ നിന്നും ഈ ഒരു പ്രതിഷേധ പരിപാടിയോട്, ഈ ബോധവൽക്കരണ പരിപാടിയോട് സഹകരിക്കുന്നുണ്ട്. നമ്മുടെ കോളേജുകൾ ഇതിനോട് ചേരുന്നുണ്ട്. മറ്റ് സംഘടനകളുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം 4 പ്രധാനപ്പെട്ട സംഘടനകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ചാസിന്റെ നേതൃത്വത്തിലുള്ള ആത്മത, അതുപോലെ തന്നെ KCSL, പിന്നെ യുവജന പ്രസ്ഥാനമായ യുവദീപ്തി SMYM, ഈ സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് എല്ലാ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുടെയും അതുപോലെ തന്നെ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരുടെയും ഒക്കെ വലിയ സഹകരണത്തോടു കൂടിയാണ്
നമ്മൾ ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇത് വലിയൊരു തുടക്കമാവണം. നമ്മുടെ ക്യാമ്പസിൽ ഈ വർഷം ഇങ്ങനെയുള്ള വിപത്തുകൾ ഉണ്ടാകാനും ഒരു കുട്ടി പോലും ഇതിലൂടെ നശിക്കുവാൻ ഇടയാകരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുകയാണ്.